Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ എടുക്കണം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. നമുക്ക് 1.5 കിലോ വരെയൊക്കെ എടുക്കാം കേട്ടോ. എന്നാലാണ് മസാല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ 1 കിലോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് ഞാനിവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളക് പൊടി എരിവില്ലാത്തതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. മസാല നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ അടി പിടിക്കാതിരിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെമ്മീൻ നമ്മളിത് ഫുള്ളായിട്ട് വേവിക്കുന്നില്ല, ഒരു പകുതി ഭാഗേ വേവിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ദം ചെയ്യണ സമയത്തും മസാല തയ്യാറാക്കുന്ന സമയത്തൊക്കെ കുക്കായിക്കൊള്ളും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് സവാളയും വഴറ്റിയെടുക്കാം. ഞാൻ മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 7 സവാള, ചെറിയ സവാളയാണ്, 7 സവാള ഞാനിവിടെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടും. അപ്പോൾ ചെമ്മീൻ ഇവിടെ ഏകദേശം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ നമുക്ക് വറ്റിക്കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ പകുതി വേവ് മതി കേട്ടോ. ചെമ്മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ അതേ സവാള നന്നായിട്ട് ഇവിടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്കിതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളിയുടെ പകുതി, ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 10 ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് തന്നെ 10 ചേർത്തേക്കുന്നത്. എരിവ് കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 5 തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വളരെ കനം കുറച്ചിട്ടാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് ഇത് വഴറ്റിയെടുക്കാം. മൂടി വെക്കുമ്പോൾ വേഗത്തിൽ നമുക്കിത് വഴന്ന് കിട്ടും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഇതേ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ്റെ മസാല അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ആ ഒരു പാത്രത്തിൽ പാൻ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു മസാലയൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയില സ്കിപ്പ് ചെയ്യരുതിട്ട് നമുക്ക് ബിരിയാണിയിൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള റൈസും കൂടെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ പകുതിയോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് നെയ്യ് വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
എന്നിട്ട് ഞാനിതിൽ വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്ത ഒരു 2 സവാളയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് സവാളയും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൻസും ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഫ്രൈ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് തന്നെ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വീതമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് അരി ഞാൻ എടുക്കുന്നുണ്ട്. 8 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ബേ ലീവ്സ്, അതുപോലെ തന്നെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഫ്രൈ ചെയ്തൊന്നും ചേർക്കുന്നില്ല, നേരെയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. ഞാൻ ഗ്രേറ്റ് ചെയ്ത് തീരെ കനം കുറച്ചിട്ടല്ല ഗ്രേറ്റ് ചെയ്തേക്കുന്നത്, അത്യാവശ്യം വണ്ണത്തിനാണ്. പിന്നെ അതുപോലെ തന്നെ നാരങ്ങ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ തൊണ്ടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നെയ്ച്ചോറിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പ് മുന്തി നിൽക്കണം, എന്നാലാണ് ആ റൈസിനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഇത് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി ഞാൻ ഒരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്തിയ അരിയാണ് കേട്ടോ. 1 മണിക്കൂറോളമൊക്കെ കുതിർത്താൻ പറ്റുമെങ്കിൽ കുതിർത്താം. ഞാനിവിടെ അരമണിക്കൂർ കുതിർത്തിയതാണ്. അപ്പോൾ അരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഹൈ ഫ്ലെയിം 3/4 ഭാഗം വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാട്ടോ. കണ്ട ഈ ഒരു പാകം വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള റൈസ് കുക്കാവുന്നത്. അപ്പോൾ ഈ ഒരു വേവ് നമുക്ക് മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വേവിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദം ചെയ്യാൻ എടുത്ത ഒരു പാൻ എന്ന് പറയുന്നത്, ചെരുവം എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 2-3 ലെയറിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പ്രോൺസിൻ്റെ ആ ഒരു മസാല താഴത്തെ ലെയറായിട്ടാണ് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ റൈസ് അതനുസരിച്ചും ഗ്രേവി അതനുസരിച്ചുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ ദം ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ റൈസ് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 2-3 ലെയറൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം പ്രൗൺസ് മസാല, പിന്നെ റൈസ്, പിന്നെ മല്ലിയില, അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ലെയറായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഒറ്റ ലെയറിലാണ് ചെയ്തേക്കുന്നത്. പ്രൗൺസ് മസാല, അത് കഴിഞ്ഞാൽ റൈസ് ഇട്ടാ. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, കാഷ്നട്ട്, റൈസിൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം ഗരം മസാലയുടെ പൗഡറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ദം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കിത് വെക്കണം. അപ്പോൾ ഞാൻ താഴെ വേറെ പാനൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് ഗ്യാസുമേട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അടിയിലൊന്നും പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നോക്കാം. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. റൈസൊക്കെ കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്നിട്ട് കാരണങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട്, വ്യത്യസ്ത ബിരിയാണിയുടെ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.